ഇത് കണ്ടല്ലോ, ഞാൻ കയ്യെ വരച്ചിരിക്കുക ഒരു എളുപ്പത്തിന് വേണ്ടി. അപ്പം ഞാൻ പറയുന്ന ഭാഗം മാത്രം, ഇപ്പം ഞാൻ പറയുന്ന മാത്രം ശ്രദ്ധിക്കുക. ഇത് പുരുഷന്മാരുടെ, ഞാൻ പറയുന്ന എല്ലാ കാര്യവും പുരുഷന്മാരുടെ വലത് കൈ കൊണ്ടും സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോളണം, ഞാൻ പറയുന്നതല്ല. അപ്പം ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പം ഇതെല്ലാവർക്കും അറിയാം, ആയുർരേഖയാണ് അല്ലേ? എല്ലാവർക്കും അറിയാം ആയുർരേഖ. ഇനി അറിയാൻ വയ്യാത്തവർ ഇപ്പം മനസ്സിലാക്കിക്കോ. ഇത് ആയുർരേഖയാണ്, ഇത് ബുദ്ധിരേഖയാണ്. ബുദ്ധിരേഖ, ഈ ആയുർരേഖയാണ് നമ്മളുടെ ജീവിതത്തിലെ ഉത്സാഹം, നമുക്ക് പ്രപഞ്ചവുമായിട്ടുള്ള പ്രാപഞ്ചിക ബോധം, നമ്മുടെ ആ ഒരു എനർജി ഒക്കെ ഒരു ആയുർരേഖ കൊണ്ടറിയാം. ബുദ്ധിരേഖ നമ്മളുടെ ഏതൊരു കാര്യത്തിനോടുമുള്ള ബുദ്ധിപരമായ സമീപനം, കാഴ്ചപ്പാട് ഒക്കെ ബുദ്ധിരേഖ. ഇത് ഹൃദയരേഖയാണ്. ഹൃദയരേഖ ശരിക്കും ഇവിടുന്നാണ് ഇവിടം തൊട്ടുണ്ട്. ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. ഇവിടം തൊട്ട് ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്, വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. ഹൃദയരേഖ കണ്ടല്ലോ. ഈ ഹൃദയരേഖയാണ് നമ്മുടെ വൈകാരികമായ സമീപനം, നമ്മുടെ വൈകാരിക ബുദ്ധിയൊക്കെ നിയന്ത്രിക്കുന്നത് ഹൃദയരേഖയാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇത് കണ്ടോ, ഈ രേഖയെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാണുന്ന ഭാഗമാണ് ശുക്രമണ്ഡലം. കണ്ടല്ലോ, ശുക്രമണ്ഡലം. ഈ ശുക്രമണ്ഡലത്തിലാണ് ഒരാളുടെ ദാമ്പത്യ അനുഭവങ്ങൾ, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഒക്കെ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ് ഈ നിങ്ങൾക്ക് വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടു, ഇതാ യവചിഹ്നം. പലപ്പോഴും ഒരു നെൽമണി പോലെ പെരുവിരലിന്റെ, ഇത് ഒന്നാം കാണ്ഡം, രണ്ടാം കാണ്ഡം, ഇത് മൂന്നാം കാണ്ഡം. അപ്പോൾ ഒന്നാം കാണ്ഡത്തിന് രണ്ടാം കാണ്ഡത്തിനും ഇടയിലായിട്ട് ഒരു ദീർഘവൃത്തം പോലെ കാണുന്നതാണ് യവചിഹ്നം. കണ്ടല്ലോ, അത് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യം എന്നതാണ്, ഈ ശുക്രമണ്ഡലത്തിൽ നിന്നും ഒരു രേഖ കണ്ടോ സ്റ്റാർട്ട് ചെയ്ത് ആയുർരേഖയെ കട്ട് ചെയ്ത് ആയുർരേഖയെ മുറിച്ച് ബുദ്ധിരേഖയെ മുറിച്ച് ഹൃദയരേഖയെ മുറിച്ച് ശനിമണ്ഡലം, നടുവരലിന് താഴെയുള്ള ഭാഗമാണ് ശനിമണ്ഡലം, ശനിമണ്ഡലത്തിലേക്ക് എത്തുന്നു. ഈ ചൂണ്ടുവരലിന് താഴെയുള്ള ഭാഗം വ്യാഴമണ്ഡലം, നടുവരലിന് താഴെയുള്ള ഭാഗം ശനിമണ്ഡലം, മോതിരവിരലിന് താഴെയുള്ള ഭാഗം സൂര്യമണ്ഡലം, ഈ ചെറുവിരലിന് താഴെയുള്ള ഭാഗം ബുധമണ്ഡലം. ഈ കാണുന്നത് ഇത്രയും, ഇങ്ങനെ ഒരു കൈ മടക്കി കഴിഞ്ഞാൽ ഇത്രയും കാണുന്ന ഭാഗമാണ് ചന്ദ്രമണ്ഡലം. ഈ ഭാഗം കണ്ടല്ലോ, ചന്ദ്രമണ്ഡലം. ഇത് മധ്യ ചൊവ്വാമണ്ഡലം, ഇങ്ങനെ കാണുന്നത്. ഇത് കീഴ് ചൊവ്വാമണ്ഡലം. ഇത്ര സാമാന്യം മനസ്സിലാക്കുക, പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ശുക്രമണ്ഡലത്തിൽ നിന്ന് ഒരു രേഖ അർദ്ധവൃത്താകൃതിയിൽ ആയുർരേഖയും ബുദ്ധിരേഖയും ഹൃദയരേഖയും മുറിച്ച് ശനിമണ്ഡലത്തിൽ എത്തുകയാണെങ്കിൽ ഈ രേഖയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഈ രേഖയെക്കുറിച്ച് മാത്രം, ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കണ്ടല്ലോ, ഈ രേഖയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെ രാഹു ലൈൻ എന്നാണ് പറയുന്നത്. രാഹു മണ്ഡലമാക്കിയാണ് ഞാനത് വരച്ചിരിക്കുന്നത് കേട്ടോ, ഏകദേശം. അപ്പൊ ഈ രേഖയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എത്ര വലിയ സാമ്പത്തിക നിലയിൽ കഴിയുന്നവരാണേലും പെട്ടെന്ന് ഫിനാൻഷ്യൽ ഡെറ്റ്സ്, ഫിനാൻഷ്യൽ കടത്തിലേക്ക്, അല്ലെ ഫിനാൻഷ്യൽ ബാധ്യതകളിലേക്ക്, സാമ്പത്തിക ബാധ്യതകളിലേക്ക് പെട്ടെന്ന് കൂപ്പുകുത്താം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പെട്ടെന്ന് ഇപ്പം വലിയ സാമ്പത്തിക നിലയിൽ കഴിയുന്ന ആളെങ്ങനെ പെട്ടെന്ന് ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് വരുന്നത്? അതിനൊന്നും സമയം വേണ്ട. ഒന്നുകിൽ കണക്കിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഏതെങ്കിലും കേസ് കൊടുക്കുക, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും സ്റ്റാഫ് പറ്റിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഒരു രോഗം വന്ന് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക. ഇത് പല രീതിയിലാകാം. പെട്ടെന്ന് ജീവിതത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, പ്രതീക്ഷിക്കാതെ, എക്സ്പെക്ട് ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. അത് നമ്മുടെ കണക്കൂട്ടലിനും അപ്പുറത്താണ്. നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാവുന്ന കാര്യമുണ്ട്, നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യമുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ വിശദമാക്കി തരാം. ഇപ്പോൾ ഞാൻ നല്ല ഒരു ഡ്രൈവറാണെന്ന് വിചാരിക്കുക, ഞാൻ മികച്ച പരിശീലനം നേടിയ ഒരു ഡ്രൈവറാണെന്ന് വിചാരിക്കുക, ഞാൻ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എന്ന് കരുതി എനിക്ക് വാഹനാപകടം ഉണ്ടാകാൻ പാടില്ല എന്നില്ല. കാരണം എൻ്റെ എതിരെ വരുന്നവൻ ഡ്രൈവിങ്ങിന്റെ ABCD അറിയാത്ത ഒരുത്തനാണെങ്കിൽ, ഒരു ലഹരി ഏതെങ്കിലും ഉപയോഗിച്ച ഒരുത്തനാണെങ്കിൽ, ഒരു ബഹളി പിടിച്ച ഒരുത്തനാണെങ്കിൽ, എങ്ങനെ വണ്ടി ഓടിച്ചാലും എതിരെ വരുന്നവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ച് നമുക്ക് ആപത്ത് പറ്റാം. അപ്പൊ നമ്മുടെ കൈ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമ്മുടെ കയ്യിലല്ലാത്ത എത്രയും മിടുക്കനായിട്ട് ബിസിനസ് ചെയ്യുന്നവർ അവരുടെ കയ്യിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൊണ്ട് പെട്ടെന്ന് ബിസിനസ്സിലെ നഷ്ടങ്ങൾ വരാം. അതല്ലേ വലിയ വലിയ കോടീശ്വരന്മാർ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ ഒന്നുമില്ലാത്തവരാകാം. ഈ ഒരു രേഖയുള്ളവർ ഇത്തരം കാര്യം കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും അവന് ബാങ്ക് ലോൺസ്, ഡെറ്റ്സ്, കടങ്ങളെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതം ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാവും. അപ്പോൾ ഒരു സാമ്പത്തിക ബാധ്യതകൾ വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ രേഖയുള്ളവർക്ക് കൂടുതലാണ്. അപ്പൊ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കണമെന്നാണ് അതിന്റെ അർത്ഥം? അല്ല. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത അവനവനെ കൊണ്ട് പറ്റാത്ത ബാധ്യതകൾ എടുത്ത് വെക്കാതിരിക്കുക. 3, നമ്മുടെ ആഡംബരങ്ങളും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കുക. നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. 4, നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ടി ചില വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. അത്തരത്തിലുള്ള ഒരു വഴിപാടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പക്കനാളിനും വെള്ളിയാഴ്ചകളിലും ഭദ്രകാളിക്ക് കടുംപായസം, രക്തപുഷ്പാഞ്ജലി ഇത് ആവർത്തിക്കുക. വളരെ മാറ്റം വരും. അങ്ങനെ ഒക്കെ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. വലിയ സമ്പന്നരായിട്ടുണ്ട്. രാഹു ലൈനുള്ള എത്രയോ ആളുകളുടെ കൈരേഖ ഞാൻ നോക്കിയിട്ടുണ്ട്. വലിയ കോടീശ്വരന്മാർ നോക്കിയിട്ടുണ്ട്. ഒന്നുമില്ലാതായവർ എൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. അവർക്ക് പലർക്കും ഞാൻ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്, ശരിയായിട്ട് ചെയ്തവർക്ക്. അതുപോലെ തന്നെ ഈ രേഖയുള്ള പലരും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതെ കൃത്യമായി മാർഗനിർദ്ദേശം കൊടുത്ത് അവരെ നല്ലൊരു ഈ അവസ്ഥകൾ ഉണ്ടാകാതെ അവരെ രക്ഷപ്പെടുത്തുവാനും നമ്മുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചയും പക്കനാൾ എന്ന് വെച്ചാൽ ജനിച്ച നക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസവും കടുംപായസവും രക്തപുഷ്പാഞ്ജലിയും ഭദ്രകാളിയമ്മയ്ക്ക് കൊടുക്കുക, ആവർത്തിക്കുക. 2ാമത്തെ കാര്യം, വ്യാഴാഴ്ച കൃഷ്ണന് ത്രിമധുരം 10 രൂപയുടെ എള്ളെണ്ണ നെയ്വിളക്ക് ഇത് ആവർത്തിക്കുക. കർത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി ഭഗവാന് പാൽപായസം, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് സമർപ്പിക്കുക, അതും ആവർത്തിക്കുക. ഈ കാര്യങ്ങൾ ചെയ്തു പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആപത്തുകളും ഉണ്ടാകുകയില്ല. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായാൽ തന്നെ അതിന് കരകയറാൻ പറ്റും. അല്ലെങ്കിൽ ഉണ്ടാകാതെ ഭഗവാൻ കാത്തുരക്ഷിക്കും. ഉണ്ടായാൽ തന്നെ കരകയറാൻ പറ്റും. നിങ്ങളുടെ ജീവിതം നല്ലൊരു സമ്പത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് എപ്പോഴും ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരു മോശം അനുഭവം വന്നിട്ട് പഠിക്കാനിരിക്കത്തില്ല. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് കണ്ടുപഠിക്കുകയാണ് ബുദ്ധിമാനായ ഒരു വ്യക്തി ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ശരിയായിട്ട് ചെയ്യുക. ഇതൊക്കെ മനസ്സിലാക്കുന്നവരുടെ ജീവിതത്തിൽ ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നന്മയിൽ നിന്ന് എപ്പോഴും നന്മയുള്ള കാര്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നതെല്ലാം. ഇപ്പം ജീവിതം ഒരു വഴിയായി കഴിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇതൊക്കെ നേരത്തെ ചെയ്തു പോവുക കേട്ടോ. ഇനിയും ഒരു സാമ്പത്തികമായ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താലും തീർച്ചയായിട്ടും ജീവിതത്തിൽ തിരിച്ച് ഉയർച്ചയിലേക്ക് വരുവാനും സാധിക്കും. ഇനിയും പറയാൻ പോകുന്നത് ഇത് മാത്രം ശ്രദ്ധിക്കുക. നടുവരലിന് താഴെയുള്ള ഭാഗം ശനിമണ്ഡലം. ശനിമണ്ഡലത്തിൽ കണ്ടല്ലോ, ഹൃദയരേഖ എന്നൊരു ശാഖ മേലോട്ട് വന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ശാഖ ഒരു ശിഖരം പോലെ പോകുന്നു. അതായത് ഒരു ശാഖ 2 ശാഖയായിട്ട് പിരിയുന്നു. ശനിമണ്ഡലത്തിൽ നടുവരലിന് താഴെയുള്ള ഭാഗമാണ് ശനിമണ്ഡലത്തിൽ. ഈ ചിഹ്നത്തെ, ഈ രേഖയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു രേഖ 2 ശാഖയായിട്ട് പിരിയുന്നു. കണ്ടോ? ഈ രേഖ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും. എത്ര സാമ്പത്തിക ബാധ്യതകളിലൂടെയും എത്ര പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോയാലും ആ വ്യക്തി രക്ഷപ്പെടും എന്നുള്ള ഒരു സൂചനയാണ്. സംശയം വേണ്ട. പിന്നെ ആ വ്യക്തിയും കൂടെ വിചാരിക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈശ്വരൻ രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കും. ആ അവസരം പ്രയോജനപ്പെടുത്തണം. അല്ലാതെ ഇപ്പം ഒരു കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്താതെ ഞാൻ രക്ഷപ്പെടും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കാതിരുന്ന ഒരിക്കലും ദൈവത്തിന് പോലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ആ വ്യക്തിക്ക് ഈശ്വരൻ പല അനുകൂലമായ സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ ജീവിതത്തിൽ കൊടുക്കും. അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞാൽ മനസ്സിലായോ? ഉറപ്പായിട്ടും ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഈശ്വരൻ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും. അത് പ്രയോജനപ്പെടുത്തുക. അത് എനിക്ക് പറയാനൊരു സന്തോഷമാണ്. ആ വ്യക്തികളൊക്കെ രക്ഷപ്പെടും. ഉറപ്പാണ്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളിലൂടെ പോയാലും നല്ല ഒരു ചേഞ്ചിലേക്ക് വരും. അപ്പം ഈശ്വരൻ ചിലപ്പോൾ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. ഈശ്വരൻ ആരുടെ മുന്നിൽ ചെന്നതെന്നൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഈശ്വരൻ ചിലപ്പോൾ വേറൊരു പല കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തോന്നിക്കും.
അവരൊക്കെ കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ ക്ഷേത്രത്തിൽ ഇപ്പം ഗുരുവായൂരമ്പലത്തിലൊക്കെ പോകാൻ മനസ്സിൽ തോന്നിക്കും. ആ സമയമാകുമ്പോൾ ഭഗവാനെ പോയി ദർശനം നടത്തുക, അതൊക്കെ ഒരു വലിയ മാറ്റമാണ്. അല്ലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പോകാൻ ചിലപ്പോൾ ആ സമയമാകുമ്പോൾ മനസ്സിൽ തോന്നിക്കും. അമ്മയ്ക്ക് ഒരു കടുപായസം ചെയ്യുക, രക്തപുഷ്പാഞ്ജലി, ഇതൊക്കെ മനസ്സിൽ തന്നെ തോന്നും. അത് ചേഞ്ചിന്റെ സമയമാണ്. അപ്പം ഈശ്വരൻ ഒരുപാട് അവസരങ്ങൾ അവർക്ക് നൽകും ജീവിതത്തിൽ വലിയ സാമ്പത്തികത്തിലേക്ക്, അല്ലെ നല്ല ജീവിതത്തിലേക്ക്, ഉയർച്ചയിലേക്കൊക്കെ വരാൻ. അത് പ്രയോജനപ്പെടുത്തുക. അത് ഉറപ്പായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. കൃത്യമായിട്ടും ഒരു ദൈവാധീനം ഉണ്ടാകാൻ 1-ാം തീയതി ക്ഷേത്ര ദർശനം നല്ലതാണ്. വെള്ളിയാഴ്ച ഭദ്രകാളി 1-ാം തീയതി ഏത് ക്ഷേത്രവും ദർശനം നടത്താം കേട്ടോ. ഭദ്രകാളിയോ കൃഷ്ണനോ ഒക്കെ. കൃഷ്ണനാണെങ്കിൽ ഒരു വളരെ നന്നായിരിക്കും. ഈ ഭദ്രകാളി ആണെങ്കിലും നല്ലതാണ്. വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം. പിന്നെ സാധിക്കുന്ന വ്യാഴാഴ്ചകളും കർത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി കൃഷ്ണക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്ര ദർശനം നല്ലതാണ്. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം സകല ദുരിതങ്ങളും മാറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. എന്നാലാകുന്ന കാര്യങ്ങൾ ഏറ്റവും സത്യസന്ധമായി പ്രാർത്ഥനയോടെ ശിവപാദങ്ങളും ഗുരുപാദങ്ങളും, ശിവൻ തന്നെയാണ് ഗുരു, എല്ലാം സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഏറ്റവും ആത്മാർത്ഥമായി സത്യസന്ധമായി പറഞ്ഞു തരുന്നതും അത് പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങളുടെ ഭാഗമാണ്. ഞാൻ എൻ്റെ ഭാഗം നന്നായിട്ട് സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതൊക്കെ നല്ല നല്ല ആളുകളിലേക്ക് നിങ്ങൾ ഷെയറും ചെയ്യണം. ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടട്ടെ. നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങൾ അറിയുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ആവശ്യമില്ല, നമുക്കൊരു കാര്യമില്ലാത്ത കുറേ കാര്യങ്ങളുടെ പുറകെ നടന്ന ജീവിതം വേസ്റ്റാണ്. അതായത് നിങ്ങൾക്കൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. നിങ്ങൾ തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അത്രയും സമയം വേസ്റ്റാണ്. അതുപോലെയാണ് തെറ്റായ അറിവുകളുടെ പുറകെ പോയാൽ അത്രയും ജീവിതം വേസ്റ്റാണ്. നല്ല നല്ല കാര്യങ്ങൾ അറിയുക. എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും എല്ലാ വീഡിയോകളിലും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ അറിയുക, നല്ല നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്, ഇപ്പം ഞാനെന്നല്ല ആര് പറഞ്ഞാലും നിങ്ങളൂടെ ചിന്തിക്കണം, നിങ്ങളൂടെ ചെയ്ത് നോക്കണം. നല്ല കാര്യമാണോ, നിങ്ങൾക്ക് ഒരു ദോഷവും വരാത്ത കാര്യമാണോ? നമ്മളെല്ലാം ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അല്ലാതെ ഒരാളുടെ പൈസ പോകുന്ന കാര്യമോ ഒന്നും ഞാനിതുവരെ പറയത്തില്ല. ആ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും, അതും ഏതൊരാൾക്കും ചെയ്യാവുന്ന 10, 15, 20 രൂപ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളും, അത് നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അത്രേ പറയത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ട് ബലമുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ, നന്മയുണ്ടാകുന്ന ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് നന്മയെന്ന് എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നന്മയെന്നൊരിക്കലും തിന്മ ഉണ്ടാകത്തില്ല. നന്മയെന്ന് നന്മ തന്നെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ അറിയുക, നല്ല നല്ല ആളുകളിലേക്ക് മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, എത്തിക്കുക. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരട്ടെ. എല്ലാം ശിവപാദങ്ങൾ സമർപ്പിക്കുന്നു, ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു, ദേവീപാദങ്ങൾ സമർപ്പിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഗുരുചരണം ശരണം.